വേനൽക്കാലത്ത് യാത്ര ചെയ്യാൻ എപ്പോഴും മടി തോന്നാറുണ്ട്. പുറത്തെ ചൂടാലോചിക്കുമ്പോൾ വീട്ടിനുള്ളിൽ തന്നെ ഒതുങ്ങിക്കൂടാനായിരിക്കും പലരും ആഗ്രഹിക്കുക. പക്ഷേ വേനൽക്കാലത്തിനും ഒരു പ്രത്യേക ഭംഗി നമ്മുടെ നാടിനുണ്ട്. വേനലിൽ പുറത്തിറങ്ങിയാൽ മാത്രം കാണാൻ കഴിയാവുന്ന കുറേ കാഴ്ചകൾ. കഴിഞ്ഞ വർഷം ഇതുപോലൊരു സമയത്തായിരുന്നു ചുള്ളിയാർ ഡാമിലെ കാഴ്ചകൾ തേടി ഇറങ്ങിയത്. ചുള്ളിയാർ ഡാമിനടുത്തായി സ്ഥിതി ചെയ്യുന്ന പാലക്കാടുള്ളൊരു മറ്റൊരു ഡാമിലേക്കാണ് ഇന്നത്തെ യാത്ര. മുതലമട പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന മീങ്കര ഡാമിൻ്റെ വേനൽക്കാല കാഴ്ചകൾ തേടിയാണ് ഇന്ന് പോകുന്നത്. ഇതിനു മുമ്പ് മുതലമട വീഡിയോ ചെയ്തപ്പോൾ അതിൽ മീങ്കര ഡാമിൻ്റെ കുറച്ച് കാഴ്ചകൾ ഉൾപ്പെടുത്തിയിരുന്നു. ഈ ഡാമും ഇവിടുത്തെ ചുറ്റുപാടുകളും ഇന്ന് വിശദമായി കാണാം. പ്രശസ്തമായ ഡാമുകളിലെ പോലെ ഇവിടെ ടിക്കറ്റ് എടുക്കേണ്ട ആവശ്യമില്ല. സഞ്ചാരികളുടെ തിക്കും തിരക്കുമില്ലാത്ത മനോഹരമായ ഒരു ഡാമാണ് മീങ്കര ഡാം. വഴി ചെന്ന് അവസാനിച്ചത് ഒരു കോവിലിന് മുന്നിലായിരുന്നു. ഡാമിനോട് ചേർന്നുള്ള ഭദ്രകാളിയമ്മൻ കോവിൽ. കോവിലിന് മുന്നിലായി വലിയൊരു ആൽമരവുണ്ട്. കേരള തമിഴ്നാട് ബോർഡറിന് വളരെ അടുത്തായി സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലമായതുകൊണ്ട് തമിഴ്നാട്ടിലെ ജീവിത രീതികളാണ് ഇവിടെ കൂടുതലായി കാണാൻ കഴിയുന്നത്. ഈ ഭദ്രകാളിയമ്മൻ കോവിലും തമിഴ്നാട്ടിലെ അമ്പലങ്ങളായി വളരെ സാമ്യം തോന്നുന്നതാണ്. കോവിലിന് മുന്നിലായി മറ്റൊരു പ്രതിഷ്ഠ കാണാൻ കഴിയും. കറുപ്പ് സ്വാമി ആവാനാണ് സാധ്യത. രാവിലെ നേരത്തെ ഇവിടെ എത്തിയെങ്കിലും ഈ അമ്പലം തുറന്നൊന്നും കണ്ടില്ല. വേനൽക്കാലത്ത് ഇതുപോലുള്ള വൃക്ഷങ്ങളിൽ നിന്നുള്ള തണൽ ചൂടിൽ നിന്ന് നല്ലൊരു ആശ്വാസമാണ്. ഈ ഭാഗത്തുള്ള അമ്പലങ്ങളിലേക്കെല്ലാം വരുമ്പോൾ ഒരു മരം കണ്ടുവരാറുണ്ട്. നിറയെ പൂക്കളോടുകൂടിയ ഈ മരം എപ്പോഴും ഞാൻ കണ്ടിരിക്കുന്നത്. അമ്പലപ്പാല, കാട്ടുചെമ്പകം എന്ന വിളിപ്പേരിലെല്ലാമാണ് ഈ പൂക്കൾ അറിയപ്പെടുന്നത്. ഈ മരത്തിന് തൊട്ട് താഴെയായി നാഗങ്ങളുടെ പ്രതിഷ്ഠയുണ്ട്. പാലക്കാട് ടൗണിൽ നിന്ന് ഏകദേശം 35 കിലോമീറ്റർ ഉണ്ട് ഈ മീങ്കര ഡാമിലേക്ക്. ടൗണിൽ നിന്ന് ഒന്നിലധികം വഴികളുണ്ട് ഇവിടെ എത്തിച്ചേരാൻ. ഞാനിവിടെ വന്നപ്പോൾ എന്നെ കൂടാതെ വേറെ ടൂറിസ്റ്റുകൾ ആരെയും ഇവിടെ കാണാൻ കഴിഞ്ഞില്ല. പക്ഷേ ഈ ഭാഗത്തുള്ള ആളുകൾ കുറേ ഇവിടെ ഉണ്ടായിരുന്നു. മീൻ പിടിക്കാനായി, പശുവിനെ മേയ്ക്കാനായി, ഡാമിൽ കുളിക്കാനായെല്ലാം വന്നെത്തിയവരാണ് അവർ. വേനലായത് കാരണം വെള്ളം വളരെ കുറവാണ്. എന്നെപ്പോലുള്ള സന്ദർശകരാണെങ്കിൽ ഡാമിലേക്ക് ഇറങ്ങാതിരിക്കാൻ ശ്രമിക്കണം. അപകടം പതിയിരിക്കുന്ന സ്ഥലങ്ങളാണ് ഇതുപോലുള്ള ഡാമുകൾ. ഈ സ്ഥലം കണ്ടപ്പോൾ വാളയാർ ഡാമായി വളരെ സാമ്യം തോന്നി. കാരണം കേരള തമിഴ്നാട് ബോർഡറിന് വളരെ അടുത്തായി സ്ഥിതി ചെയ്യുന്ന ഒരു ഡാമാണ് വാളയാർ ഡാം. മീങ്കര ഡാമിനടുത്തും കേരള തമിഴ്നാട് ബോർഡറാണ്. കണ്ടാൽ നോക്കിയിരുന്ന് പോകുന്ന ഒരു പ്രത്യേക ഭംഗി ഈ സ്ഥലത്തിനുണ്ട്. ഇവിടെ വരുന്ന സഞ്ചാരികൾക്ക് വിനോദങ്ങളിൽ ഏർപ്പെടാനായി പൂന്തോട്ടങ്ങളോ ചെറിയ കുട്ടികൾക്കുള്ള കളിസ്ഥലങ്ങളോ ഒന്നും തന്നെ ഇവിടെയില്ല. പക്ഷേ പ്രകൃതി ഭംഗി ഇവിടെ വരുന്നവർക്ക് നല്ല രീതിയിൽ ആസ്വദിക്കാൻ കഴിയും. വരുന്ന വഴി ഡാമിനോടടുത്തെത്താറായപ്പോൾ കുറേ മണൽ ലോറികൾ കണ്ടിരുന്നു. ആദ്യം കരുതിയത് ഡാമിനോട് ചേർന്ന ഒരു ഉദ്യാനം പണി കഴിപ്പിക്കാനായിരിക്കും എന്നായിരുന്നു. പക്ഷേ അങ്ങനെയല്ല. ഈ ഡാമിൽ നിന്ന് മണലെടുക്കുന്നുണ്ട്. അതിനായി ഉപയോഗിക്കുന്ന ഒരു മെഷീനാണ് വെള്ളത്തിന് നടുവിലായി കാണുന്നത്. വെള്ളം ശുദ്ധീകരിക്കാനായി ഇതുപോലുള്ള മെഷീനുകൾ ഉപയോഗിക്കുന്നത് എവിടെയോ കണ്ടതായി ഓർക്കുന്നുണ്ട്. മണലെടുക്കാനായി ഉപയോഗിക്കുന്ന മെഷീനാണിതെന്നാണ് ഇവിടെയുള്ളവരോട് ചോദിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത്. രാവിലത്തെ സമയമായതുകൊണ്ട് മീൻ പിടിക്കാനായി പോയ വഞ്ചികൾ ഡാമിൻ്റെ പലയിടങ്ങളിലായി കാണാൻ കഴിയുന്നുണ്ട്. ഇതിനു മുമ്പ് ഇവിടെ വന്നത് ഒരു ഉച്ച സമയത്തായിരുന്നു. അന്ന് ഈ വഞ്ചികളെല്ലാം ഡാമിൻ്റെ കരയിലായിരുന്നു. അപ്പോൾ രാവിലെയാണ് ഇവിടെ വരുന്നതെങ്കിൽ മീൻ പിടിക്കുന്ന ഈ കാഴ്ചകളെല്ലാം കാണാൻ കഴിയും. ഫ്രഷായി മീൻ വാങ്ങുന്നവർക്ക് അതും ഇവിടെ നിന്ന് രാവിലെ വാങ്ങാം. തികച്ചും ശാന്തമായൊരു അന്തരീക്ഷമാണ് ഇവിടെയുള്ളത്. രാവിലത്തെ സമയമായത് കാരണം അധികം ചൂട് തോന്നില്ല. ചെറിയൊരു തണുപ്പുണ്ട്. പക്ഷെ കുറച്ച് സമയം കഴിഞ്ഞാൽ ഇനി ഇങ്ങനെ ആയിരിക്കില്ല. ഈ ഭാഗങ്ങളിലൊന്നും നിൽക്കാൻ കഴിയില്ല. അത്രയും ചൂടാവും. കുറച്ചു നേരം പശുവിനെയും കാക്കയെയും പക്ഷികളെല്ലാം കണ്ട് ആ പുൽമേട്ടിൽ ഞാനിങ്ങിരുന്നു. കുറച്ചു മുമ്പായി ഈ ഡാമിൽ നിന്ന് മണലെടുക്കുന്ന കാര്യം സൂചിപ്പിച്ചിരുന്നു. ആ മണലാണ് അവിടെ കൂട്ടിവെച്ചിരിക്കുന്നത്. അനധികൃതമായി എടുക്കുന്ന മണലല്ലാതെ സകല പെർമിറ്റോടും കൂടി എടുക്കുന്ന മണലാണ്. മണലെടുക്കുന്നത് മൂലം ഈ ഡാമിന് നാശങ്ങളൊന്നും ഉണ്ടാവില്ല എന്നാണ് ഇവിടെയുള്ളവർ പറയുന്നത്. ഇവിടെ വെള്ളത്തിലിറങ്ങുന്നത് തടയാനൊന്നും ആരെയും കാണാൻ കഴിയില്ല. പക്ഷേ വെള്ളത്തിനോട് ചേർന്നുള്ള ആ കരയിൽ ചെളി നന്നായി മനസ്സിലാക്കാൻ കഴിയും.
ഒന്ന് ചവിട്ടിയാൽ കാല് നേരെ അകത്തു പോകുന്നുണ്ട്. കരയിൽ ഇതാണ് സ്ഥിതിയെങ്കിൽ വെള്ളത്തിലെ കാര്യം പറയാനില്ലല്ലോ. ഇവിടെ ഒരു ബോട്ട് നിൽക്കുന്നുണ്ട്. എന്തായാലും വിനോദസഞ്ചാരികൾക്കായിട്ടുള്ള ബോട്ടല്ല ഇത് എന്ന് നിസ്സംശയം പറയാം. ഇത് ഡാമിന് നടുവിലായി കാണുന്ന ആ മണ്ണ് പ്യൂരിഫൈ ചെയ്യുന്ന മെഷീൻ അടുത്തേക്ക് പോകാനുള്ള ബോട്ടാവാനാണ് സാധ്യത. പണ്ട് ആലപ്പുഴയിൽ പോയപ്പോഴായിരുന്നു ഇതുപോലൊരു ബോട്ട് കാണാനായത്. അവിടെ കായലിലെ വെള്ളം ശുദ്ധീകരിക്കാനായി ഇതുപോലൊരു ബോട്ട് ഉപയോഗിക്കുന്നതായി കണ്ടിട്ടുണ്ട്. നല്ല വെയിൽ വന്നു തുടങ്ങി. സൂര്യൻ്റെ വെളിച്ചം വെള്ളത്തിലേക്ക് അടിക്കുമ്പോൾ ഒരു പ്രത്യേക തിളക്കം കാണുന്നുണ്ട്. ഈ വേനൽക്കാലത്ത് വെയിൽ കൊണ്ട് ഡാമിലെ കാഴ്ചകൾ കാണുന്നത് ഒരു വെല്ലുവിളി തന്നെയാണ്. എന്തായാലും ഇവിടെ വന്ന സ്ഥിതിക്ക് ഇവിടുത്തെ കാഴ്ചകൾ മുഴുവനായി കാണാതെ പോകുന്നത് ശരിയല്ല. തിരിച്ചു നടന്നാൽ ആദ്യം കണ്ട അമ്പലത്തിനടുത്തായുള്ള വൻ വൃക്ഷത്തിനടുത്തെത്തി. ഇവിടെ ഇപ്പോഴും നല്ല തണലും കാറ്റുമുണ്ട്. ഈ ചുറ്റുവട്ടത്തായി കുറച്ച് തണൽ കിട്ടുന്ന സ്ഥലം ഇവിടെ മാത്രമാണ് എന്നാണ് തോന്നുന്നത്. അങ്ങ് ദൂരെയായി മീങ്കര ഡാമിൻ്റെ ഷട്ടർ കാണുന്നുണ്ട്. അങ്ങോട്ടാണ് ഇനി നടന്നെത്തേണ്ടത്. ഷട്ടറിനടുത്തേക്കെത്താൻ 2 വഴികൾ പോകുന്നുണ്ട്. താഴത്തു കൂടെ ഒരു വഴി പോകുന്നുണ്ട്. അതുവഴി പോയാൽ അത്യാവശ്യം മരങ്ങളെല്ലാം ഉള്ളതുകൊണ്ട് തണലുണ്ടാവും. പിന്നെയുള്ളത് ഡാമിനോട് ചേർന്നുള്ള മുകളിലൂടെയുള്ള വഴിയാണ്. അതുവഴി നടന്നു പോയാൽ ഉറപ്പായും വെയിൽ കൊള്ളേണ്ടി വരും. പക്ഷേ ഡാമിൻ്റെ കാഴ്ചകൾ കാണാൻ കഴിയും. ഡാമിനോട് ചേർന്നുള്ള വഴിയിലൂടെ പോയി തണലുള്ള വഴിയിലൂടെ തിരിച്ചു വരാനാണ് എൻ്റെ തീരുമാനം. ഈ പാതയുടെ ഒരു ഭാഗത്തായി ലൈറ്റുകൾ ഘടിപ്പിച്ചിരിക്കുന്നത് കാണാൻ കഴിയും. അപ്പോൾ രാത്രി സമയങ്ങളിൽ ഇവിടെ വെളിച്ചമുണ്ടാവാൻ സാധ്യതയുണ്ട്. പക്ഷേ തിരക്കൊന്നുമില്ലാത്ത ഒരു സ്ഥലമായതുകൊണ്ട് പകൽ വെളിച്ചത്തിൽ ഈ സ്ഥലം സന്ദർശിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കുറച്ചു ദൂരം നടന്നു തുടങ്ങിയെങ്കിലും എവിടെ എത്തിയിട്ടില്ല. ഷട്ടറിനടുത്തെത്താൻ ഇനിയും കുറേ നടക്കാനുണ്ട്. ഡാമിലേക്കൊന്ന് നോക്കിയപ്പോൾ മീൻ പിടിക്കാനായി പോയവരെല്ലാം തിരിച്ചു വന്നുകൊണ്ടിരിക്കുക. ചിലരെല്ലാം കരയിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. കുട്ടവഞ്ചി എന്ന പേരുള്ള ഒരു പ്രത്യേകതരം വഞ്ചിയിലാണ് മീൻ പിടിക്കാനായി ഇവർ പോകുന്നത്. വീഡിയോൻ്റെ തുടക്കത്തിൽ ആ അമ്പലത്തിനടുത്ത് കണ്ട പശുക്കളാണെന്ന് തോന്നുന്നു നടന്നിവിടെ എത്തി നിൽക്കുന്നത്. വേനലായ കാരണം വെള്ളം അകത്തേക്ക് ഇറങ്ങിപ്പോയില്ല. മഴക്കാലത്ത് ഇവിടെയെല്ലാം വെള്ളം നിറഞ്ഞിരിക്കുന്ന സ്ഥലങ്ങളാണ്. ഇവിടെ അടുത്ത് സ്ഥിതി ചെയ്യുന്ന ചുള്ളിയാർ ഡാമായി വളരെ സാമ്യം തോന്നുന്ന കാഴ്ചകളാണ് മീങ്കര ഡാമിലും കാണാൻ കഴിയുന്നത്. ഇനി വീണ്ടും നടന്നങ്ങ് തുടങ്ങാം. ലക്ഷ്യം ആ ഷട്ടറിനടുത്ത് എത്തിപ്പെടാനാണ്. എല്ലാ ഡാമുകളിലും ഡാമിനോട് ചേർന്ന് ഷട്ടറിലേക്ക് പോകാനുള്ള ഇതുപോലുള്ള വഴി കാണും. പക്ഷെ എല്ലാവരുടെയും വിനോദസഞ്ചാരികൾക്ക് അവിടെ പ്രവേശനം കാണണം എന്നില്ല. ചില പ്രശസ്തമായ ഡാമുകളിലെല്ലാം വിനോദസഞ്ചാരികളെ ഈ ഭാഗത്തേക്ക് കടത്തിവിടാറില്ല. പ്രധാന ഷട്ടറിനടുത്ത് ഇനിയും എത്തിയിട്ടില്ല. അങ്ങോട്ട് പോകുന്ന വഴിയിൽ ചെറിയൊരു സ്പിൽവേ കാണാൻ കഴിയും. ഇവിടെ നിന്ന് താഴത്തേക്ക് പോകാൻ സ്റ്റെപ്സും കൊടുത്തിട്ടുണ്ട്. ഡാമിലേക്ക് ഒന്നുകൂടി നോക്കിയപ്പോൾ ഇപ്പോഴും മീൻ പിടിക്കാനായി പോയ ചില വഞ്ചികൾ കരയെ ലക്ഷ്യമാക്കി തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. മറ്റു വഞ്ചികളായി താരതമ്യം ചെയ്യുമ്പോൾ നല്ല വേഗത്തിലാണ് ഈ വഞ്ചിയിലുള്ളവർ തുഴഞ്ഞു നീങ്ങുന്നത്. നടന്ന് നടന്ന് ഈ പാത തീരുന്നിടത്തെത്താറായി. ഇവിടെയാണ് പ്രധാന ഷട്ടറുള്ളത്. കുറച്ച് താഴത്തേക്ക് ഇറങ്ങിപ്പോകണം ഈ ഷട്ടർ ഒന്ന് പൂർണ്ണമായി കാണാൻ. ഷട്ടർ തുറന്നാലുള്ള വെള്ളം പോകുന്ന കനാൽ ആരംഭിക്കുന്ന ഭാഗമാണിത്. വലിയൊരു പാറയാണ് അവിടെ. അതിനിടയിലാണ് ഈ കനാൽ പണിതിരിക്കുന്നത്. കുറച്ചു ദൂരം ഈ വഴിയുണ്ട്. അത് കഴിഞ്ഞാൽ ഈ വഴി അങ്ങ് അവസാനിക്കും. വെയിലുള്ള കാരണം ഇനി മുന്നോട്ട് പോകുന്നില്ല. ഈ കാണുന്നതാണ് മീങ്കര ഡാമിൻ്റെ പ്രധാന ഷട്ടർ. വെള്ളം തുറന്നു വിടുന്ന സമയത്ത് ഇവിടെ നിന്ന് കാണാൻ നല്ല ഭംഗിയായിരിക്കും. മിക്കവാറും നല്ല മഴക്കാലത്തെ അങ്ങനെ ഒരു കാഴ്ച കാണാൻ കഴിയും. തിരിച്ചിനി കയറാം. ഇവിടെ അധികം സമയം ചിലവഴിക്കുന്നില്ല. സമയത്ത് ഏകദേശം 9:30 നല്ല വെയിലുണ്ട്. മെയിൻ റോട്ടിൽ നിന്ന് അകത്ത് കയറിയാൽ പിന്നെ കടകളൊന്നും കാണാൻ കഴിയില്ല. ഇവിടെ വരുന്നവർ ആവശ്യത്തിന് വെള്ളവും സ്നാക്സ് എല്ലാം കയ്യിൽ കരുതാൻ ശ്രമിക്കുക. പ്രത്യേകിച്ചും വേനൽക്കാലത്ത് പകൽ സമയത്ത് വരുന്ന ആളുകൾ ഇത്രയും ദൂരം നടന്നു കണ്ടാൽ ഉറപ്പായും വെള്ളം ദാഹിക്കും. അതെല്ലാം ഇവിടെ എത്തുന്നതിന് മുമ്പേ കയ്യിൽ കരുതാൻ ശ്രമിക്കും. ഷട്ടറിനടുത്തായി വഞ്ചിയിൽ പോകുന്ന ആളുകളെ കാണാൻ കഴിയും. മീൻ പിടിച്ച് തിരിച്ചു പോകുന്ന ആളുകളാവാനാണ് സാധ്യത. പാലക്കാട് ഡിസ്ട്രിക്റ്റിൽ മുതലമട പഞ്ചായത്തിൽ ഗായത്രി പുഴയ്ക്ക് കുറുകെ നിർമ്മിച്ച ഒരു ഡാമാണ് മീങ്കര ഡാം. ഏകദേശം ഇവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ടു കഴിഞ്ഞു.
വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്നത് ആദ്യം കണ്ട ആ കോവിലിനടുത്താണ്. അതുവരെ ഇനി തിരിച്ചു നടക്കണം. എന്തായാലും ഈ വഴിയിലൂടെ ഇനി പോകുന്നില്ല. താഴത്തേക്ക് ഇറങ്ങിയാൽ കുറച്ച് തണൽ കൊണ്ട് നടക്കാം. കുറച്ചുകൂടി മുന്നോട്ട് വന്നപ്പോൾ താഴെയായി മത്സ്യ വിത്തുൽപാദന കേന്ദ്രം എന്നൊരു ഓഫീസ് കണ്ടു. ഇതുവഴി താഴത്തേക്ക് ഇറങ്ങാൻ സ്റ്റെപ്സ് ഉണ്ട്. ഇന്നത്തെ ഏറ്റവും വലിയ അബദ്ധം എന്ന് പറയുന്നത് രാവിലെ നേരത്തെ എഴുന്നേറ്റ് മീങ്കര ഡാമിൽ എത്തിപ്പെടാനുള്ള ധൃതിയിൽ കുടിക്കാനായി വെള്ളം എടുക്കാൻ വിട്ടുപോയി. ഏകദേശം ഒരു 8 മണിക്കെല്ലാം ശേഷം നല്ല വെയിലായി. ആ വെയിലെല്ലാം കൊണ്ട് നടന്ന് നന്നായി ക്ഷീണിച്ചിട്ടുണ്ട്. ഈ വഴിയിൽ കുറച്ച് തണലുണ്ട്. ഇതുവഴി പോയാലും ആ അമ്പലത്തിനടുത്ത് എത്താൻ കഴിയും. ഷട്ടറിനടുത്തേക്ക് പോയ വഴി മുകളിലായി കാണുന്ന ആ വഴിയാണ്. ആ വഴിയിൽ മരങ്ങളൊന്നും തന്നെയില്ല. രാവിലെ നേരത്തെയും വൈകുന്നേരങ്ങളിലുമാണ് അതുവഴി നടക്കാൻ പറ്റിയ സമയം. ഈ വഴിയിലൂടെ വണ്ടി കൊണ്ടുവരാനുള്ള സൗകര്യവും 2 വീലറും ചെറിയ കാറുകളെല്ലാം ഇതുവഴി കൊണ്ടുവരാം. ഇതുവഴി പോയാലും ആ ഷട്ടറിനടുത്ത് എത്താൻ കഴിയും. നടന്നു പോവുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ദൂരം ആ അമ്പലം വരെ നടക്കാനുണ്ട്. ഈ വഴിയുടെ വലത് ഭാഗത്തായിട്ട് മണൽ കൂട്ടിയിട്ടിരിക്കുന്നത് കാണാൻ കഴിയും. ഡാമിൽ നിന്ന് എടുത്തുകൊണ്ടുവന്ന മണലാണത്. ഈ സ്ഥലം കണ്ടപ്പോൾ ആദ്യം കരുതിയത് മലമ്പുഴ പോത്തുണ്ടി ഡാം എല്ലാം പോലെ ഇവിടെ ഒരു ഗാർഡൻ ഉണ്ടാക്കാനുള്ള പരിപാടിയായിരിക്കും എന്നായിരുന്നു. പക്ഷേ ഡാമിൽ കണ്ട ആ മെഷീൻ എന്താണെന്ന് അന്വേഷിച്ചു പോയപ്പോൾ ഇപ്പം എന്തായാലും ഇവിടെ ഗാർഡൻ ഉണ്ടാക്കാനുള്ള പദ്ധതിയില്ല എന്ന് മനസ്സിലാക്കാൻ കഴിയും. ചിലപ്പോൾ കുറേ സഞ്ചാരികൾ ഇവിടെ വരുവാണെങ്കിൽ ഭാവിയിൽ അതിനുള്ള സാധ്യത തള്ളിക്കളയാനും കഴിയില്ല. അങ്ങനെ നടന്നു നടന്ന് കാറ് പാർക്ക് ചെയ്ത സ്ഥലത്തെത്താറായി. തിരക്കും ആളും ബഹളങ്ങളൊന്നും ഇല്ലാതെ ഒരു ഡാം കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് പരിഗണിക്കാൻ പറ്റിയൊരു സ്ഥലമാണ് ഈ മീങ്കര ഡാം. ഇനി ഫാമിലിയായി വരുവാണെങ്കിൽ പകൽ സമയങ്ങളിൽ വരാൻ ശ്രമിക്കുക. ചെറിയ കുട്ടികൾക്ക് ഒരുപക്ഷെ ഈ സ്ഥലത്ത് വന്നാൽ നല്ല രീതിയിൽ ആസ്വദിക്കാൻ കഴിയില്ല. കാരണം ഇവിടെ ഉദ്യാനങ്ങളോ കുട്ടികൾക്കായുള്ള പാർക്കോ ഒന്നും തന്നെ ഇല്ല. മുതലമട സ്റ്റേഷൻ അന്വേഷിച്ച് പല നാടുകളിൽ നിന്നും ആളുകൾ ഇവിടെ എത്തിപ്പെടാറുണ്ട്. അവർക്കും ഈ മീങ്കര ഡാം പരിഗണിക്കാം. മുതലമട സ്റ്റേഷനിൽ നിന്ന് വളരെ അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ഡാമാണത്. മുതലമടയിലെ സ്ഥലങ്ങൾ ഉൾപ്പെടുത്തിയ ഒരു വീഡിയോ ചെയ്തപ്പോൾ ആ വീഡിയോയിലും ഞാൻ ഈ മീങ്കര ഡാം ഉൾപ്പെടുത്തിയിരുന്നു. കൊല്ലങ്കോടുള്ള സ്ഥലങ്ങൾ കാണാനായും പല ആളുകളും ഇന്ന് പാലക്കാട് എത്തിപ്പെടാറുണ്ട്. അവർക്കും ഈ ഡാം പരിഗണിക്കാം. കൊല്ലങ്കോട് നിന്നും ഈ ഡാമിലേക്ക് അധികം ദൂരമില്ല. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. പുതിയൊരു വീഡിയോ ആയി വീണ്ടും വരാം.